നമസ്കാരം. മലയാളികൾക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ആഘോഷമാണ് വിഷു. ഈ വിഷുദിനത്തിൽ തിരുമേനി SNDP LP സ്കൂളിലെ അധ്യാപികയായ ടി നിഷാകുമാരി ടീച്ചറിനൊപ്പമാണ് നമ്മൾ. 2024-2025 അധ്യയന വർഷത്തിൽ 2 സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയാണ് അധ്യാപന രംഗത്ത് ടീച്ചർ തന്റെ മികവ് തെളിയിച്ചിട്ടുള്ളത്. നമുക്ക് ടീച്ചറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഈ വിഷുദിനം ടീച്ചർക്ക് പ്രത്യേക സന്തോഷമുള്ള ദിനമാണ്. 2 സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ സന്തോഷം. അവ ഏതൊക്കെയാണ്? ഒന്ന്, സംസ്ഥാന അധ്യാപക മികച്ച 1ാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള അവാർഡ് കഴിഞ്ഞ ജനുവരിയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നിയമസഭ പുസ്തകാസ്വാദന മത്സരം നടത്തിയിരുന്നു. അതിൽ കേരളത്തിലെ 2ാം സ്ഥാനം. അങ്ങനെ 2 പുരസ്കാരങ്ങളാണ് എനിക്ക് ലഭിച്ചത്. വായനാശീല അധ്യാപനശീലവുമായി എങ്ങനെയാണ് കൂട്ടിയിണക്കി കൊണ്ടുപോയത്? വായനാശീലം തുടക്കത്തിൽ ചെറിയ പ്രായത്തിലെ വായനാശീലം ഉണ്ടായിരുന്നു. ചെറിയ ക്ലാസ് മുതലേ വായിക്കുമായിരുന്നു നന്നായിട്ട്. ആ വായനാശീലം തന്നെയാണ് ഒരു വിധത്തിൽ എന്നെ ഈ ഒരു അധ്യാപനത്തോടുള്ള ഒരു ഇഷ്ടത്തിലേക്ക് കൊണ്ടുവന്നതും ഈ ഒരു തൊഴില് സേവനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് എടുത്തതാണ്. അപ്പോൾ അത് എന്തോ കുട്ടികൾക്ക് നമ്മൾ അറിവുകൾ പകർന്നു നൽകുമ്പോൾ നന്നായി വായിച്ചിരിക്കണം, വായനയിലൂടെയാണ് അറിവുകൾ സ്വായത്തമാകുന്നത്. അത് എൻ്റെ കുട്ടികളുടെ ഒരു വളർച്ചയ്ക്കും ഏറ്റവും ഉതകുന്നതും നമുക്ക് നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതും വായിച്ച് ലഭിക്കുന്ന അറിവുകളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ചെറുപ്പം മുതലേ വായനയ്ക്ക് താല്പര്യം കാട്ടിയോ? ആരൊക്കെയാണ് വായനയിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്? ആ സമയത്ത് ചെറുപ്പം മുതലേ വായനയോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ബാലരമ, അമർചിത്രകഥ, ബാലമംഗളം പോലെയുള്ള അതിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം. ചെറുപ്രായത്തിലേ അത് കണ്ടെടുക്കുകയും വായിക്കുകയും ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. പിന്നെ വളർന്നു അധ്യാപന ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇടക്കാലം വായന കുറച്ചൊന്ന് കുറഞ്ഞുവെങ്കിലും കോവിഡിൻ്റെ സമയത്ത് കുറേ സമയം നമുക്ക് കിട്ടിയിരുന്നു. ആ സമയത്ത് നന്നായിട്ട് വായിച്ചു. കൂട്ടത്തിൽ അതിന് ഒരു നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു 5 വർഷം മാങ്ങാട് സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു പ്രധാന അധ്യാപകൻ വായനയ്ക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ ഒരു വായനയുടെ രണ്ടാമതൊരു മികച്ച വായനയിലേക്ക് ഞാൻ എത്തിയത് ആ ഒരു കോവിഡ് കാലഘട്ടത്തോടു കൂടി ആയിരുന്നു. ഒരു 100-150ഓളം പുസ്തകങ്ങൾ ആ കോവിഡ് കാലഘട്ടത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നാണ് കുറേശ്ശെ വായന ആസ്വാദനമൊക്കെ ഇങ്ങനെ എഴുതി വന്നു തുടങ്ങിയത്. അന്താരാഷ്ട്ര വായനോത്സവ ദിനത്തിൽ ഓൺലൈൻ മത്സരത്തിലാണ് ആദ്യ സംസ്കാര പുരസ്കാരം ലഭിച്ചത്. ഇതിനു മുൻപ് ഏതെങ്കിലും പുരസ്കാരങ്ങളോ അവാർഡുകളോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് ഞാൻ കല്ലേശ്ശേരി മാങ്ങാട് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു KST അധ്യാപക സംഘടന ഒരു അധ്യാപകർക്ക് ഒരു ക്ലാസ് റൂം പ്രവർത്തന മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ജില്ലാതലത്തിൽ 3ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പുരസ്കാരം ഞാൻ ജില്ലാതലത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു പ്രചോദനമായി. അധ്യാപനത്തിനോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കുട്ടികളോട് സമീപിക്കുകയും പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു അനുമോദനം കിട്ടിയപ്പം കുറച്ചും കൂടെ കൂടുതൽ നല്ല ആത്മാർത്ഥതയോടുകൂടി ഒന്ന് മുന്നോട്ട് വന്നു. അന്താരാഷ്ട്ര വായനോത്സവ മത്സരത്തിലെ സ്ത്രീപക്ഷ നോവൽ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അത് ധാരാളം പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പുകൾ എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു ആസ്വാദനക്കുറിപ്പ് മുൻപ് വേറൊരു മത്സരത്തിന് വേണ്ടി എഴുതി തയ്യാറാക്കി അയച്ചിരുന്നു. അപ്പോൾ അത് എവിടെയും ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ എനിക്കെന്തോ അത് തന്നെ ഒന്നുകൂടി അതിൽ നല്ല ഒരു നോവലാണ്. നമ്മുടെ ഒരു വടക്കൻ കേരളത്തിൻ്റെ ഭാഷയിലും അതുപോലെ തന്നെ മലയാള സാഹിത്യത്തിലെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലൊക്കെ മികച്ച ഒരു സ്ത്രീപക്ഷ നോവലാണ്. ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ
നാട്ടുമ്പുറങ്ങളിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ അനുഭവിച്ച യാതനകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു നോവലായതുകൊണ്ട് തന്നെ ഏറെ ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ അതൊന്ന് ആളുകൾ ശ്രദ്ധിക്കണം. എല്ലാ രീതിയിലും അത് മികച്ച ഒരു നോവലായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പം അത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ആ ഒരു നോവലിൻ്റെ ആസ്വാദനം തന്നെ ഞാൻ തയ്യാറാക്കി അവതരിപ്പിച്ചത്. അത് ഏതായാലും രാജശ്രീ മാഡത്തിൻ്റെ രാജശ്രീ മാഡമാണ് അതിൻ്റെ എഴുത്തുകാരി. ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഇന്ന് ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു നോവൽ കൂടിയാണ് അത്. ഈ അവാർഡ് ലഭിച്ചപ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതികരണം എന്തായിരുന്നു? എല്ലാവർക്കും സന്തോഷം. വീട്ടുകാർക്ക് മകൻ, അച്ഛൻ, അമ്മ, സഹോദരൻ, ബന്ധുക്കൾ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ്. അതുപോലെ നാട്ടുകാർക്കും സ്കൂളിനും എല്ലാവരും അനുമോദനങ്ങളും ആദരവും ഒക്കെ നൽകി. അത് കൂടുതൽ പ്രചോദനമാണ്. പ്രത്യേകിച്ച് വായന അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, ഓൺലൈൻ യുഗമൊക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വായനയോട് കുട്ടികളുടെ ഒരു വായന മറക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരും കൂടി ഒന്ന് മുന്നോട്ട് വരാൻ ഒരു പ്രചോദനമാവട്ടെ. ടീച്ചറുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2ാമത്തെ അവാർഡ് ലഭിച്ചത്. എങ്ങനെയാണ് ടീച്ചർ ഈ അവാർഡിലേക്ക് നയിച്ചത്? അത് 2024-25 അധ്യയന വർഷത്തിൽ പാഠപുസ്തക പരിഷ്കരണം, അതായത് 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം 1, 3, 5, 7 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു വന്നിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2024-25 അധ്യയന വർഷത്തിൽ ക്ലാസ് റൂമിലെ മികവാർന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് എനിക്ക് പുരസ്കാരം ലഭിച്ചത്. അത് സംസ്ഥാനത്ത് നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അധ്യാപകരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്, മികവ് ഒന്നഴക് കൂട്ടായ്മ. ഈ ഒന്നഴക് കൂട്ടായ്മയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. മികവഴക് 2025 എന്ന പരിപാടി നേമം, തിരുവനന്തപുരത്ത് നേമം UP സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ അവർക്ക് അവിടെ എൻ്റെ ഒരു പ്രബന്ധമായി അവതരിപ്പിക്കുകയും തെളിവുകൾ സഹിതം അവരതിനെ SCRT ടീം വിലയിരുത്തുകയും ആ വിലയിരുത്തലിൽ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് എനിക്ക് ഈ ഒരു പുരസ്കാരം, മികച്ച 1-ാം ക്ലാസ് അധ്യാപിക എന്ന ഈ പുരസ്കാരം എന്നിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ മികവുകൾ അവിടെ അവതരിപ്പിച്ചത് ഒരു 46 അധ്യാപകർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരുന്നു. അതിൽ പയ്യന്നൂർ സബ് ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൂർ ജില്ലയിൽ നിന്ന് 7 അധ്യാപകർക്കാണ് ഈ ഒരു മികവഴക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതുമാത്രമല്ല, അധ്യാപക സമൂഹത്തിൽ എനിക്കൊന്ന് ഒരു വേറിട്ട ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം ഇത്തരം അനുമോദനങ്ങളും പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അധ്യാപക സമൂഹത്തിനും അതുപോലെ കുട്ടികളുടെ ഇടയിലൊക്കെ കുറച്ചുകൂടി ഊർജിതമായി എല്ലാവർക്കും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കും എന്ന് കൂടുതൽ പ്രചോദനവും നൽകുന്ന ഒരു പരിപാടിയായി ഇതിനെ കാണുന്നു. ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഇതിനായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്? കഴിഞ്ഞ അധ്യയന വർഷം 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ, എനിക്ക് എണ്ണിയാൽ തീരുമെന്നറിയില്ല, എങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പാട്ടരങ്ങ്, സർഗാത്മക നാടകങ്ങൾ, അതെല്ലാം പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ കണ്ണി ചേർത്തുകൊണ്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. അതുപോലെ കുട്ടികളുടെ ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചു, ഡയറി കുറിപ്പുകളുടെ സമാഹാരം പ്രസിദ്ധീകരിച്ചു. ഓരോ കുട്ടിക്കും സ്വന്തമായി പുസ്തകം, അവർ സ്വതന്ത്ര രചനയുടെ ഭാഗമായി കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്ന് എഴുതുന്ന കഥകളെയും കവിതകളെയും കോർത്തിണക്കി ഓരോ കുട്ടിക്കും അതിൽ മികച്ച ഒരു കഥയും കവിതയും തിരഞ്ഞെടുത്തിട്ട് ഓരോ കുട്ടിയുടെ ഫോട്ടോയും വെച്ചിട്ട് അതിനെ ഒരു പുസ്തകമാക്കി മാറ്റി. അതുപോലെ തന്നെ വായനയിൽ സ്വതന്ത്ര വായനക്കാരും എഴുത്തുകാരുമാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചു എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ. അപ്പോൾ അത് ഒരു വലിയൊരു അനുഭവമാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ നന്നായി വായിക്കാനും എഴുതാനും കഴിയുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ ഒരുക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ നല്ല വായനക്കാരായി മാറി. എന്ത് കിട്ടിയാലും അവർ അതിനെ വായിച്ചെടുക്കാൻ വേണ്ടി ശേഷിയുള്ളവരായി മാറിയിട്ടുണ്ട്. സോഷ്യൽ ഓഡിറ്റിങ് സംഘടിപ്പിച്ചിരുന്നു ക്ലാസ്സിൽ. അത് നമ്മുടെ ക്ലാസ് PTA-കളിൽ രക്ഷിതാക്കൾ ക്ലാസ് PTA-യിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ കുട്ടികൾ ഇതുവരെ വായിക്കാത്ത, ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത കുറച്ച് പുസ്തകങ്ങൾ അവർക്ക് സമ്മാനിക്കുകയും രക്ഷിതാക്കളുടെ കയ്യിൽ വന്ന് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം. അപ്പം ഏത് പുസ്തകം, ചെറിയ ബാലസാഹിത്യ കൃതികളാണ്, അപ്പോൾ അത് കുട്ടികളെ തിരഞ്ഞെടുക്കുകയും
ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത പുസ്തകം രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് അവരെന്ത് ചെയ്യുന്നു, വായിക്കുന്നു. അപ്പോൾ അത് രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷമായി. കാരണം ഒരു ലൈവ് റീഡിംഗ് ആണ്, അവിടെ ഒന്നും അവർ മുന്നേ പരിചയപ്പെട്ടതല്ല. അപ്പോൾ ഏത് പുസ്തകം കിട്ടിയാലും എന്ത് കിട്ടിയാലും അവരെ വായിക്കാൻ പ്രാപ്തരായി എന്നുള്ള, അതൊരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്നുള്ള ഒരു രീതിയിൽ ഞാനത് സംഘടിപ്പിച്ചിരുന്നു. അതിനെ അവിടെ പിന്നെ പ്രബന്ധാവതരണ വേളയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടികളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ അടങ്ങിയ ഒരു ഡിജിറ്റൽ ആൽബം പോലെ, ഒരു ദൃശ്യപുസ്തകം പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് അംഗനവാടിയിലോ ഒന്നും പോകാതെ അംഗനവാടിയിൽ നിന്ന് നേരിട്ട് 1ാം ക്ലാസ്സിലേക്ക് വന്ന ഒരു കുട്ടിയുണ്ട്, സഞ്ജന സുരേഷ്. അവള് മിടുക്കി, നല്ല വായനക്കാരിയായി മാറി. അത് എനിക്ക് അഭിമാനിക്കാം. ഇന്ന് പ്രീ പ്രൈമറികളിലൊക്കെ പോയിട്ടേ 1ാം ക്ലാസ്സിലേക്ക് എത്താവുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അംഗനവാടിയിൽ നിന്ന് നേരിട്ട് 1ലേക്ക് വന്ന ഒരു കുട്ടി നന്നായിട്ട് വായിക്കുന്നതിൽ ഏറെ മെച്ചപ്പെട്ട് വന്നു എന്നതിന് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 1ാം ക്ലാസ്സിലെ ആര്യമോളുടെ ഡയറി പിന്നെ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ പുസ്തകം പിന്നെ സംസ്ഥാന തലത്തിലേക്ക് പുസ്തകം തന്നെ ആവശ്യപ്പെട്ട്, ഡയറി കുറിപ്പുകൾ എഴുതിയ ബുക്ക് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, ഏത് രീതിയിലാണ് അത് വരുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ പിന്നെ എൻ്റെ കുട്ടികളുടെ മികവാർന്ന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് എനിക്ക് അവിടെ ഒരു, സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികളിലൂടെ ഞാൻ അഭിമാനിക്കുന്നു. ഈ അവാർഡിലേക്ക് നയിക്കുമ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങൾ ടീച്ചർക്ക് ലഭിച്ചിട്ടുണ്ട്? സഹായങ്ങളും സപ്പോർട്ടുകളും ലഭിച്ചിട്ടുണ്ട്. അത് ഒന്ന് എൻ്റെ വിദ്യാലയത്തിൽ അധ്യാപകരും അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ, രക്ഷിതാക്കൾ ഒക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മുന്നേ പഠിപ്പിച്ച സ്കൂളിലെ ഒരു പ്രധാന അധ്യാപകനുണ്ട്, ദിലീപൻ മാസ്റ്റർ. അദ്ദേഹം എനിക്ക് എല്ലാത്തിനും പ്രചോദനമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് നീങ്ങാൻ നല്ല രീതിയിൽ സഹായിക്കും, വേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു തരും. അതുപോലെ തന്നെ ഈ മികവഴക് പരിപാടി സംഘടിപ്പിച്ച അതിൻ്റെ അമരക്കാരായ TP കലാധരൻ മാസ്റ്ററും സൈജ ടീച്ചർ, പ്രേംജിത്ത് മാസ്റ്റർ പോലെയുള്ള പിന്നെ പ്രമുഖരായ അധ്യാപക പ്രവർത്തകർ, വിദ്യാഭ്യാസ ചിന്തകന്മാരൊക്കെയാണ് അവരൊക്കെ നല്ല രീതിയിൽ എനിക്കൊരു ഊർജവും പ്രചോദനവുമായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. നല്ല പ്രവർത്തനങ്ങളാണ് ടീച്ചർ ചെയ്യുന്നത്, അത് എല്ലാവരും അറിയണം, മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി എനിക്ക് പിന്നെ താല്പര്യത്തോടു കൂടി, കുറച്ചും കൂടെ ഒരു നല്ല ഒരു മനസ്സോടു കൂടി അതിനെ സമീപിക്കാനും ചെയ്യാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഇങ്ങേയറ്റത്തുള്ള ചെറുപുഴ, തിരുമേനി എന്നീ പേരുകൾ ടീച്ചറിന്റെ സംസ്ഥാന അവാർഡിൽ തിളങ്ങുകയാണ്. എന്ത് തോന്നുന്നു ടീച്ചർക്ക്? അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. കാരണം എന്തോ പിന്നെ നമ്മുടെ നാടിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ നാട്, നമ്മുടെ സ്കൂള്, എൻ്റെ വിദ്യാലയം, എൻ്റെ കുട്ടികൾ, അതുപോലെ നാട്ടുകാർ ഒക്കെ എല്ലാവർക്കും എല്ലാവരും അഭിമാനിക്കുന്നത് പോലെ എനിക്കും അതൊരു അഭിമാനമാണ്, സന്തോഷമാണ്. വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കട്ടെ. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തിലെ അച്ഛൻ, അമ്മ, സഹോദരനും കുടുംബവും, മക്കള്, എൻ്റെ മകൻ, ഞങ്ങൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. വളരെ സന്തോഷത്തോടു കൂടി, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട്, എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉള്ളതുകൊണ്ട് മാത്രമാണ്, അതായത് നാട്ടുകാരും എല്ലാം ഏത് വിഷമഘട്ടത്തിലും ഞങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് വളരെ സന്തോഷപൂർവ്വം മുന്നോട്ട് പോകുന്നു. അഭിമാനം തോന്നുന്നു. കാരണം എൻ്റെ മകനെ കുറിച്ചുകൂടി ഈ സമയത്ത് ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു. പഠിക്കുകയാണ്, ചെറിയ പ്രായത്തിൽ ഒരുപാട് വിഷമിച്ച് മുന്നോട്ട് വന്നതാണ് അവനും ഞാനും. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവനിലൂടെയാണ് കൂടുതൽ അഭിമാനം കൊള്ളുന്നത്. ഏറെ സന്തോഷം. 20 വർഷത്തെ സർവീസിനിടയിൽ 20ാമത്തെ വർഷം 2 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടാൻ കഴിയും. ഇനിയും ടീച്ചർക്ക് മുന്നോട്ട് മികച്ച തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം, സ്നേഹം. സിറ്റി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വിഷുവാശംസകൾ. ഈ ദിനത്തിൽ നിശാകുമാരി ടീച്ചറിനോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു.